ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷസ് ട്രൈ മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള നീളങ്ങനെ അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, അര കഷ്ണം ചെറുനാരങ്ങ, 2 തണ്ട് കറിയില, ഒരു പച്ചമുളക് നീളങ്ങനെ അരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് വലുപ്പമുള്ള കഷ്ണമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇനി നമുക്ക് മിക്സിയിൽ ജാറെടുത്ത് ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് ജാറിൽ അടിച്ചെടുക്കണം. ഒരു 250 ഗ്രാം ചെമ്മീൻ ഞാൻ തലയും തോടും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ വീതം മഞ്ഞളും മുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇപ്പം മിക്സിയിൽ അടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെമ്മീൻ മിക്സ് ആക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെമ്മീൻ മിക്സ് ചെയ്യുന്നതിൽ നേരത്തെ ചതച്ചെടുത്തതിന് കുറച്ചേ എടുക്കുകയുള്ളൂ. ബാക്കി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടതാണ്. ഓക്കെ, അപ്പം ചെമ്മീൻ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ ഫ്രൈ ആവരുത്, ചെമ്മീന് വേവ് കുറവാണ്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ചെമ്മീൻ ഫുൾ ഇതൊന്ന് മാറ്റുകയാണ്. ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തത്. നിങ്ങൾ 2 ചെറുത് എടുക്കുകയാണെങ്കിൽ 2 എടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് കറിയില ചേർക്കുക, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വളരെ എളുപ്പമുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ചെമ്മീൻ ഫ്രൈ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ചെമ്മീൻ എടുത്തിട്ട് ആ ഒരു അളവ് വെച്ചിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ബാക്കിയുള്ള അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ചെമ്മീനിലേക്ക് ചേർത്തു, അതിൻ്റെ ബാക്കിയാണ് ഇതിലിട്ടത്. അതേമാതിരി തക്കാളിയും ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായി വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു ഫ്രൈക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേമാതിരി കുരുമുളക് പൊടി. ഇതെല്ലാം നമുക്കൊരു 1/4 സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ അതൊരു 1/4 സ്പൂൺ മതി. നമ്മൾ ഓൾറെഡി ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ്. അപ്പം ബാക്കി ഇതിൽ കുറച്ച് ചേർത്താൽ മതി. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കണം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വേവിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ അടച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഓക്കെ, നല്ല തിളയൊക്കെ വന്നപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കല്ലുമ്മക്കായ, അതേമാതിരി കൂന്തൾ, കക്കയിറച്ചി ഇതിൻ്റെയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കാണുക. എന്നിട്ട് അതുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് വേണ്ടവർക്ക് അതൊന്ന് നല്ലോണം വറ്റിക്കുക. അല്ലാത്തവർക്ക് ഈ ഒരു ഗ്രേവി വെച്ചിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ റെഡിയായി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്